നമസ്കാരം. അപ്പം നമ്മൾ ഡ്രയർ കയറ്റാനുള്ള പരിപാടിയിലാണ്. അപ്പം നമ്മൾ ഡ്രയർ കയറ്റുന്നത് കേരളം വിട്ടിട്ടാണ്. നമ്മളെ മൈസൂരിക്കാണ് ഇന്ന് ഡ്രയർ കൊണ്ടുപോകുന്നത്. കർണാടകയിൽ മൈസൂരിക്കാണ്. അവിടെ ഒരു നീലഗിരി ആയുർവേദിക് പറഞ്ഞ ഒരു വൈദ്യശാല ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മളെ ഡ്രയർ കൊണ്ടുപോകുന്നത്. അതിൻ്റെ ചെറിയ വിശേഷമാണ്. അപ്പം നമ്മളെ ഡ്രയർ ഇലക്ട്രിക്കൽ ഡ്രയറാണിത്. അപ്പോൾ അവർക്ക് മരുന്നും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രയർ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മളൊരു 500 തേങ്ങ കൊള്ളുന്ന 1000 പീസ് കൊള്ളുന്ന ഡ്രയറാണിത്. അപ്പോൾ പിന്നെ ഡ്രയറിൻ്റെ ഉൾഭാഗം എന്ന് പറഞ്ഞാൽ ഇതാ ഏകദേശം 8 16 ട്രേ 8 ഒരു 16 ട്രേ കൊള്ളുന്ന ഒരു ഡ്രയറാണ് നമ്മൾ കൊടുക്കുന്നത്. മൈസൂരിക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിന് ഏറ്റവും മുകളിൽ നമ്മൾ ചെറുനെറ്റ് അടിച്ചിട്ടുണ്ട്. വലിയ നെറ്റ് അടിച്ചിട്ട് ചെറുനെറ്റ് അടിച്ചിട്ടുണ്ട്. ചെറിയ മരുന്നും കാര്യങ്ങളൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ നേരെ അടിയിൽ നമ്മൾ മറ്റേ ഹെവി നെറ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി സാധനം നമ്മൾ പിന്നെ തേങ്ങയ്ക്ക് ഉണക്കാവുന്ന നെറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നെറ്റ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. വളരെ ഫ്രീ ആയിട്ട് നമുക്ക് ദൂരെടുക്കാം. അപ്പോൾ ഏകദേശം ഈ 8 ട്രേ ആണ് 8 16 ട്രേ അടിച്ചിട്ടുണ്ട്. പിന്നെ അത് നമുക്ക് വീലുണ്ട്. പിന്നെ നമ്മൾ മറ്റുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ ഇതിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ പുറത്ത് ACP, അതുപോലെ ഗ്ലാസ് ഫൂള്, അതുപോലെ ഉള്ളിൽ GI ഷീറ്റ്, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഡ്രയറും കാര്യങ്ങളും. പിന്നെ ഇതിൻ്റെ മുകളിൽ പിന്നെ മോയിസ്ചറും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഡോറുണ്ട്. 2 സൈഡിലും ഓരോ ഡോറ് വെച്ചിട്ടുണ്ട്. നമ്മൾ തേങ്ങയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു 2 മണിക്കൂറൊന്ന് തുറന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡിൽ, അതുപോലെ ടവർ ബോൾട്ട് ഒക്കെ സ്റ്റീലാണ്. പിന്നെ അതുപോലെ ഇലക്ട്രിക്കൽ ബോക്സിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇതിൽ ടൈമർ ഉണ്ട്. പിന്നെ അതുപോലെ കട്ട് ഓഫ് ഉണ്ട്. ടൈമറും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് എത്ര ടൈം വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. നമ്മൾ മല്ലി, മുളക്, അതുപോലെ പിന്നെ കൊക്കോ, ജാതിക്ക, കുരുമുളക്, അങ്ങനെ എല്ലാം നമ്മൾ വെയിലത്തിട്ട് ഉണക്കണം. എല്ലാ സാധനങ്ങളും നമ്മൾ ഇലക്ട്രിക്കൽ ഡ്രയറിലിട്ടിട്ട് ഉണക്കാം. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഓരോരോ ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ തേങ്ങ ഉണക്കാൻ നമ്മൾ 12 മണിക്കൂർ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 12 മണിക്കൂറിനുള്ളിൽ നമുക്കിത് തേങ്ങ ചിരട്ടേന്ന് അടർത്താനാവും. ചിരട്ടേന്ന് അടർത്തിയിട്ട് നമ്മൾ ഒരു 12 മണിക്കൂർ പറയുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് കൊപ്പരയും കാര്യങ്ങളൊക്കെ നമുക്ക് ആട്ടാവുന്ന രീതിയിലാക്കാം. പിന്നെ നമ്മൾ കൊപ്പര ഡ്രയർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഫയർവുഡിൻ്റെ ഡ്രയർ ചെയ്യുന്നുണ്ട്. പിന്നെ 150 തേങ്ങ മുതൽ നമ്മളെല്ലാ ഡ്രയറും ചെയ്യുന്നത്. നമ്മളെ ലൊക്കേഷൻ കേൾക്കുന്നത് പട്ടാമ്പിയിലാണ്. പട്ടാമ്പി പൊന്നാനി റോഡിലാണ്. അപ്പോൾ വണ്ടി കാര്യങ്ങളും മൈസൂരിൽ നിന്ന് അവർ വണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി വണ്ടിയിൽ കയറ്റുന്നത് കാണാം. അപ്പോൾ താങ്ക് യു. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാണ്ട്, നമ്മളെ ഈ പലരും വിളിക്കുമ്പോൾ ചോദിക്കേണ്ടത് ഇതിൻ്റെ മുകളിൽ സ്റ്റിക്കർ എന്താണ്. ഇത് നമ്മൾ സ്റ്റിക്കർ ലൊക്കേഷനിൽ എത്തിയിട്ടാണ് അവർ ചെയ്യുന്നത്. ഇത് റെഡ് കളറാണ്. ഡ്രയർ റെഡ് കളറാണ്. ഒന്ന് പിടിച്ചാൽ നമ്മൾ അവിടെ എത്തിയതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. അത് പിന്നെ ഫുൾ റെഡാണ് വരിക. ഇത് ACP ഷീറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഡ്രയറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ താങ്ക് യു.